അങ്ങനെ ഒരാഴ്ചത്തെ നമ്മുടെ കല്യാണം കൂടലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് പോവാം കേട്ടോ. തൃശ്ശൂരിൽ നിന്ന് നമ്മൾ വയനാട്ടിലേക്ക് പോവാണ്. അതിന്റെ പാക്കിംഗ് ആണ് കേട്ടോ ഈ കാണുന്നത്. കുറേ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെച്ചേക്കുമായിരുന്നു. അതൊക്കെ പാക്ക് ചെയ്ത് നമ്മുടെ ബാഗിലേക്ക് ആക്കണം. ഡ്രസ്സ് ഒരു സ്ഥലത്ത്, ബാഗ് ഒരു സ്ഥലത്ത്, പേസ്റ്റും ബ്രഷും വേറൊരു സ്ഥലത്ത്, മേക്കപ്പ് സാധനങ്ങൾ അതിന്റെ വേറെ ഏതോ സ്ഥലത്ത്, അങ്ങനെയായിരുന്നു. അതെല്ലാം ഞാൻ തപ്പിക്കൂട്ടി വാരി പെറുക്കുകയാണ്. പിന്നെ ഈ ഒരു ക്രോപ്പ് ഷർട്ടാണ് ഞാൻ തിരിച്ചു വരാൻ നേരത്ത് ഇടാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അത് ഫുൾ ചുളുങ്ങിയിരിക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ അത് ഇട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ഷോർട്ട് കുർത്തിയും പിന്നെ ഈ ബ്ലാക്ക് പാൻറ്റും ഇടാൻ തന്നെ കരുതി. നമുക്ക് 10:30 ഷൊർണൂരിന് ട്രെയിൻ. അപ്പോൾ ഇവിടുന്ന് നമ്മളൊരു 9 മണി കഴിയുമ്പോൾ ഇറങ്ങണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചടപടയെന്നായിരുന്നു ഒരുക്കം. വീക്ക് അടുപ്പിച്ച് നമ്മളിവിടെ നിന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര വിഷമമാണ് ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട്. പ്രിയേച്ചിനും ഉണ്ണീനെയൊക്കെ വിട്ട് പോകാൻ ഭയങ്കരമായിട്ട് വിഷമം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത്ര കമ്പനിയായിട്ട് സെറ്റായിട്ട് ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ നമ്മുടെ ഓട്ടോ എത്തി. അവിടെ നിന്ന് കരച്ചിലും പിടിച്ചിലൊക്കെ ആയിട്ടാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത് കേട്ടോ. ഇത് ചിലകര ബസ് സ്റ്റാൻഡിൽ പോയി അവിടെ നമ്മൾ ഷൊർണൂർക്ക് ബസ് കയറി. അപ്പോൾ ഷൊർണൂർക്ക് അങ്ങോട്ടേക്ക് പോകുന്നതിനെക്കാട്ടും ദൂരം എനിക്ക് കുറവായിട്ടാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ തോന്നിയത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണെങ്കിൽ നമ്മൾ ഓൾറെഡി ചായ കുടിച്ചിട്ടാണ് വന്നത്. എന്നാൽ പോലും അച്ചിക്ക് ഇവിടെ എത്തിയപ്പം ചായയും വടയും കഴിക്കാൻ ഒരു പൂതി. അങ്ങനെ ഞാനും അച്ചി മാത്രമാണ് കേട്ടോ അവിടുന്ന് ചായ കുടിച്ചത്. അത് കഴിഞ്ഞപ്പോഴത്തേനും ട്രെയിൻ വന്നു കേട്ടോ. ട്രെയിനിലും കയറാനാണ് എത്രമാത്രം സാഹസികത എടുക്കേണ്ടത്. എല്ലാതും കൂടെ കട്ടി ഇങ്ങനെ നിൽക്കുകയായിരിക്കും. അതിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെ കയറണം നമുക്ക് തന്നെ അറിയത്തില്ല. എങ്ങനെയൊക്കെയോ ഫൈനലി കയറി നമ്മൾ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ചേട്ടൻ കടല വെക്കാനായിട്ട് വന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു പാക്കറ്റ് കടല വാങ്ങി. അത് കഴിച്ച് കഴിഞ്ഞൊരു സിനിമ കണ്ടോണ്ടിരുന്നപ്പോഴത്തേനും നമ്മൾ കോഴിക്കോട് എത്തി കേട്ടോ. അതിൻ്റെ ഇടയിൽ അമ്മ 2-3 ഉറക്കം കഴിഞ്ഞിട്ടിരിക്കുകയാണിത്. അങ്ങനെ കോഴിക്കോട് എത്തി. കോഴിക്കോട് നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. വെച്ചൊന്നും കണ്ണ് കാണുന്നുണ്ടായിരുന്നില്ല. അപ്പം നേരെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ നമ്മുടെ ബസ്സിലേക്ക് കയറി. നീണ്ട ഒരാഴ്ചത്തെ ഗ്യാപ്പിന് ശേഷം നമ്മൾ നമ്മുടെ വയനാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും കുറച്ച് വിഷമമൊക്കെ ഉണ്ടെങ്കിലും അഡ്ജസ്റ്റ് ആക്കിയല്ലേ പറ്റുള്ളൂ. അപ്പോൾ അത്രയുള്ളൂ ഗായ്സ്.